അസ്സലാമു അലൈക്കും. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ? കുറച്ച് ചേനയും കുറച്ച് ചേമ്പ് ഒരു കഷ്ണം ചെറിയ കാച്ചിൽ പിന്നെ ഒരു പപ്പായ, ചെറിയൊരു പപ്പായ, ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു കുക്കറിനകത്തോട്ട് മാറ്റുക. ആ കുക്കറിനകത്ത് തിളച്ച കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മളത് വേവിക്കാൻ വെക്കുക. ഒരു 4 വിസിൽ കേട്ടതിന് ശേഷം അത് ഇറക്കി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം അതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കതിനകത്ത് മസാല തയ്യാറാക്കണം. അതിന് കുറച്ച് തേങ്ങ, കുറച്ച് കാന്താരി, കുറച്ച് തേങ്ങ, പിന്നെ ചെറിയ വെളുത്തുള്ളിയും ചെറിയ ജീരകം, 2 ഉണ്ടമുളക്, നല്ല മണമുള്ള മുളകാണ് ഉണ്ടമുളക്, നല്ല എരിവുമുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് കറക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഈ വെന്തിരിക്കുന്ന ചേനയും കാച്ചിലും എല്ലാം കൂടെ വെന്തിരിക്കുന്നതിനകത്തോട്ട് ഒഴിക്കുക. അതെല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പിൻ്റെ കുറവ് കാണും, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇളക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ചുമന്നരി ഉണ്ടല്ലോ റേഷൻ കടയിലെ, അതിട്ട് കുറച്ച് കഞ്ഞി നല്ലപോലെ കുക്കറി വേവിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ചേർത്ത് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി. അപ്പോൾ കഞ്ഞി അത് അടുപ്പിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് കുറുകാനുണ്ട്. അപ്പോഴത്തേന് നമ്മളില്ല വെന്ത് വെച്ചതിനകത്തോട്ട് കുറച്ച് കടുകും കുറച്ച് കറിവേപ്പില, അതിനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. കുറച്ച് അരി കഴുകി ഞാൻ വെച്ചിരുന്നു. അപ്പോൾ അരിയും കൂടെ നമ്മൾ കുറച്ച് തേങ്ങായും ഇടണം. ഒരു പിടി തേങ്ങായും കൂടി ഇട്ട് അത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ വെന്ത് വെച്ചിരിക്കുന്ന ഇവിടെ അതിനെല്ലാം പറയുന്നത് അത്രവ് എന്നാണ് പറയുന്നത്, ചിലയിടത്തൊക്കെ ഉടച്ച് കറിയെന്നും പറയും. അപ്പോൾ ഇവിടെ രാവിലെ 10 മണിയാകുമ്പോൾ കഞ്ഞി അത്രം എന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട്. അപ്പം നമുക്ക് അത്രം അങ്ങനെ റെഡിയായി. കഞ്ഞിക്കകത്ത് നമ്മൾ ഒരു പിടി തേങ്ങായും കൂടെ ലാസ്റ്റ് ചേർക്കും, എന്നെങ്കിലേ കഞ്ഞിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് എന്നാലും ഒരു പിടി തേങ്ങായും കൂടെ നമ്മൾ ചേർത്തതിന് ശേഷം നമുക്ക്, ഇപ്പോഴത്തെ മക്കളൊന്നും കുടിക്കത്തില്ല, അവർക്ക് പൊറോട്ട വേണം, ശരീരവും വയറും കേടാവുന്ന പൊറോട്ട മാത്രം മതി മക്കൾക്ക്. പക്ഷേ ഈ കഞ്ഞി ഇതൊക്കെ കുടിച്ച ശരീരത്തിന് എന്തൊരു ഉന്മേഷമാണെന്നറിയാമോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ അത്രത്തിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.